ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ എല്ലാ ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനത്തെ മുത്തശ്ശി നയനയോട് ദേഷ്യപ്പെടുവാണ് നാഗേന്ദ്രൻ്റെ കാര്യങ്ങൾ ചോദിച്ചതിൻ്റെ പേരിൽ. അപ്പോൾ ദേ അമ്മയുടെ അടുത്ത് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാര്യങ്ങളൊക്കെ അറിയാമെന്ന് ഒരു പക്ഷേ മോളോട് ആദർശ് പറഞ്ഞു കാണുമായിരിക്കും. അതുകൊണ്ടായിരിക്കും മോൾ അമ്മയുടെ അടുത്തേക്ക് നേരത്തെ അടുക്കളയിലേക്ക് വന്നതെന്നൊക്കെ ദേവയാനി പറയുമ്പോൾ, മോളെ മുത്തശ്ശന് ഇഷ്ടമില്ലാത്ത ആൾക്കാരെ പറ്റി ഈ വീടിനകത്തൊരു സംസാരം വേണ്ട, പക്ഷേ അവനെ സൂക്ഷിക്കണം. അവനിപ്പോൾ പരാജയപ്പെട്ടതുകൊണ്ട് പിടിച്ചു കയറാൻ വേണ്ടിയിട്ട് എന്തും ചെയ്യാൻ മടിക്കാത്തവനാണെന്ന കാര്യം മുത്തശ്ശി പറയുക. മൂർത്തി ജ്വല്ലറിയെ തറ പറ്റിക്കണം, അതാണ് അവൻ്റെ ആഗ്രഹമെന്നും പറഞ്ഞു. എന്ന് വെച്ചാലേ അതുപോലെ അപമാനിച്ച അവനെ അന്ന് ഇവിടെ നിന്ന് പടിയിറക്കി വിട്ടതെന്ന് മുത്തശ്ശി പറയാട്ടോ. ഞാനൊക്കെ ഓർമ്മയുണ്ടല്ലോ ദേവയാനി, അവൻ്റെ കാര്യങ്ങളൊക്കെ സംസാരിക്കാനും ഒക്കെ എന്തൊരു മിടുക്കനായിരുന്നു അവൻ. അന്നൊക്കെ നീ പോലും പറഞ്ഞിട്ടുണ്ട് ജയനോട് അവരൊക്കെ നാഗേന്ദ്രനെ കണ്ടു പഠിക്കണം എന്ന്. അത്രയ്ക്ക് സ്മാർട്ടായിരുന്നല്ലോ അമ്മ അയാൾ. അതിനുശേഷമല്ലേ തനി സ്വരൂപം എല്ലാവർക്കും മനസ്സിലായതെന്ന് ദേവയാനിയും പറയുന്നു. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ നയനയ്ക്ക് ഭയങ്കര കൺഫ്യൂഷൻ. ഇതിലിപ്പോൾ ഏതാ സത്യം ഏതാ നുണ എന്നൊക്കെയുള്ളത്. അങ്ങനെ ഇക്കാര്യങ്ങളെല്ലാം ആലോചിച്ച് നമ്മുടെ നയനെ അവിടെ നിൽക്കുവാണ്. അത് കഴിഞ്ഞ് പിന്നെ പതുക്കെ ആദർശ് അജയൻ്റെ അടുത്തേക്ക് ചെല്ലുക. അപ്പോൾ അതേ ആദർശിനെ കണ്ടപ്പോഴത്തേക്കും ഇരിക്കടാ എന്നും പറഞ്ഞ് അജയൻ വിളിച്ചടുത്തിരുത്തി. അപ്പോൾ ഒരർത്ഥത്തിൽ ചെയ്യാത്ത കുറ്റത്തിന് നാഗേന്ദ്രൻ ജ്വല്ലറിയിൽ നിന്ന് പുറത്തായത്. പക്ഷേ വീട്ടിൽ നിന്ന് പുറത്താകാനുള്ള കാരണം ഇപ്പോഴും വ്യക്തമല്ല എന്ന് പറഞ്ഞപ്പം ഓണം വരുക. ആ സമയത്ത് നമ്മൾ ബിസിനസ്സിലല്ലേ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് എന്ന് അജയൻ ഇങ്ങനെ ചോദിച്ചു. അല്ലാതെ ഇത്തരം കാര്യങ്ങളിലാണോ ആദർശേ എന്ന് ചോദിച്ചപ്പോൾ നാഗേന്ദ്രനെ ഈ കുടുംബത്തിൽ നിന്ന് പുറത്താക്കിയതാണ്, ഒഴിവാക്കിയതാണ്. അങ്ങനെയുള്ള ഒരുത്തൻ്റെ പിന്നാലെ നീ എന്തിനാ ഇങ്ങനെ നടക്കണേ എന്ന് ചോദിക്കുമ്പം, അല്ലെങ്കിലും അയാളെ വീട്ടിൽ നിന്ന് പുറത്ത് പോകാനുണ്ടായ കാരണം അറിയുന്നത് നല്ല കാര്യമല്ലേ ഇളയച്ച. പിന്നെ സ്വർണത്തിൻ്റെ കാര്യത്തിൽ അയാൾ നിരപരാധിയാണെന്ന് അറിഞ്ഞ സ്ഥിതിക്ക് ഉറപ്പായിട്ടും അയാൾ അപ്പച്ചി ചീറ്റ് ചെയ്തോ എന്നറിയുന്നതിൽ എന്തത്ര തെറ്റുള്ളതെന്ന് ചോദിച്ചു. അന്നേരം ആദർശേ, നാഗേന്ദ്രൻ എന്ന പേര് പറയുന്നത് പോലും നിന്റെ മുത്തശ്ശന് ഇഷ്ടമുള്ള കാര്യമല്ല. എനിക്ക് നിന്റെ അച്ഛനും ഒക്കെ അത് അങ്ങനെ തന്നെയാണെന്ന കാര്യം പറഞ്ഞു. അയാളുടെ പിന്നാലെ പോയി ഞാൻ എൻ്റെ സമയമൊന്നും കളയുന്നില്ല ഇളയച്ച. പിന്നെ ബിസിനസ്സൊക്കെ ഇപ്പോൾ നന്നായിട്ട് തന്നെയാണ് പോകുന്നത്. എങ്കിലും ഒരു സംശയം കടന്നുകൂടി കഴിഞ്ഞാൽ അതിലൊരു വ്യക്തത കിട്ടുന്നത് വരെ ഞാൻ അതിൻ്റെ പിന്നാലെ പോകുമെന്നും അത് എൻ്റെ ഒരു സ്വഭാവമാണെന്നും ആദർശ് പറയുമ്പം, അച്ഛന് വെറുപ്പുണ്ടാക്കുന്ന ഒരു കാര്യവും ചെയ്യാത്തതാകട്ടോ നല്ലതെന്ന് അജയൻ താക്കീത് കൊടുക്കുന്നു. അല്ല, ഈ വിഷയത്തെപ്പറ്റി ഇളയച്ചനെന്തെങ്കിലും അറിയാമെങ്കിൽ ചോദിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വിഷയം എടുത്തിട്ട് തന്നെ. അപ്പോൾ ഇതിനോട് ശങ്കരേട്ടൻ പറഞ്ഞതിനപ്പുറമുള്ള കഥകളൊന്നും എനിക്കതിനെപ്പറ്റി അറിയില്ല എന്ന് അജയൻ പറഞ്ഞു. പക്ഷേ അന്ന് ആ സ്വർണ്ണ വിഷയത്തിൽ വല്ലാത്തൊരു ചതിയാ അപ്പച്ചി അയാളോട് കാണിച്ചതും. എടാ, അത് ശങ്കരൻ പറഞ്ഞ കഥയല്ലേ? അത് ശങ്കരനോട് ആരാ പറഞ്ഞത്? ആ നാഗേന്ദ്രനല്ലേ പറഞ്ഞതെന്ന് ചോദിച്ചു അജയനെ. എങ്കിലും ആ സംഭവം നടക്കുന്നതിന് മുൻപ് വരെ നമ്മുടെ ജ്വല്ലറിയിൽ വളർത്തിയതിൽ നാഗേന്ദ്രന് നല്ലൊരു പങ്കില്ലേ ഇളയച്ച? അവൻ ഒരു പങ്കും ഇല്ല എന്ന് അജയൻ. അത് അവൻ്റെ മാത്രം എടുക്കൊന്നുമല്ല. അച്ഛനും ജയേട്ടനും ഞാനും ഒക്കെ കഴിവിൻ്റെ പരമാവധി പണിയെടുത്തിട്ടാണ് ജ്വല്ലറി ഈ നിലയിലാക്കിക്കൊണ്ട് വന്നതെന്ന് അജയൻ പറഞ്ഞു. അതിനുശേഷം നീ മൂർത്തി ജ്വല്ലറി MD ആയതോടെ കുറച്ചുകൂടി അതിൽ വളർച്ചയുണ്ടായി. ഇനിയിപ്പോൾ അതിൻ്റെ ക്രെഡിറ്റ് എന്തിനാ വേറെ ഒരുത്തന് ചാർത്തി കൊടുക്കുന്നതും? അതിൻ്റെ ആവശ്യം എന്താ മോനെ? ദേ നോക്ക്, അവനെ ശരിക്കും നിനക്ക് അറിയത്തില്ല. നാഗേന്ദ്രൻ എന്ന പേര് തന്നെ അവൻ്റെ അച്ഛനും അമ്മയും അറിഞ്ഞുകൊണ്ട് അവനിട്ട കാര്യങ്ങളാണെന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും അപ്പച്ചയുടെ ഇതുവരെയുള്ള സ്വഭാവം വെച്ച് നോക്കിയാലേ അപ്പച്ച ഒന്നും ചെയ്തില്ല എന്നൊന്നും പറയാൻ പറ്റത്തില്ല ഇളയച്ചാന്ന് പറഞ്ഞു. അന്നേരം എടാ, ഈ കാര്യത്തിൽ അവൾ നിരപരാധിയാണെന്ന് അജയൻ ആദർശനോട് പറഞ്ഞു. തെറ്റു ചെയ്തത് നാഗേന്ദ്രനാണെന്നും. എന്നിട്ട് അവൻ വീണ്ടും വന്നിരിക്കുക പകരം വീട്ടാനായിട്ട് എന്നൊക്കെ പറഞ്ഞ് അജയൻ ഇങ്ങനെ ദേഷ്യപ്പെട്ടിട്ട് ഈ കയ്യിലുണ്ടായിരുന്ന ഫയലും കാര്യങ്ങളൊക്കെ എടുത്തു വെച്ചിട്ട് അങ്ങ് പോകാൻ നോക്കി. എനിക്ക് ഒന്നേ നിന്നോട് പറയാനുള്ളൂ, ദേ അവന് വേണ്ടി നിന്റെ സമയം വെറുതെ നീ കളയരുത്, അവനെ കാണാനും നീ ശ്രമിക്കരുത്. ശരി ഇളയച്ചാന്ന് പറഞ്ഞ അജയൻ അവിടെ നിന്ന് അങ്ങ് പോണു. അപ്പോൾ ആദർശം അതുപോലെ തന്നെ അങ്ങ് പോയിട്ടോ. അത് കഴിഞ്ഞ് ഇങ്ങനെ പിന്നെ കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ നയനെ അവിടെ ഇരുന്ന് വരച്ചോണ്ടിരിക്കുക. അപ്പോഴത്തേക്ക് ആദർശം അങ്ങോട്ടേക്ക് വന്നു. ഡിസൈൻ വരയ്ക്കാണെന്ന് തോന്നുന്നല്ലോ എന്നും പറഞ്ഞു. ഓണമൊക്കെ അല്ലേ വരുന്നത്, വെറൈറ്റി വേണ്ടേ ആദർശേട്ടാ എന്ന് വെച്ചാൽ കൂടുതൽ സ്ട്രെയിനൊന്നും എടുക്കണ്ട കേട്ടോ എന്ന് ആദർശ് പറയുമ്പോൾ, ഇതിനെന്ത് സ്ട്രെയിനാണ് ഉള്ളത്? എങ്കിലും നിന്റെ ബ്രെയിനാണല്ലോ വർക്ക് ചെയ്യുന്നത്, അതാ പറഞ്ഞത്. പിന്നെ നമ്മൾ സംശയിച്ചതുപോലെ തന്നെയാണ് ഇളയച്ചൻ്റെ പോക്കെന്ന് പറഞ്ഞു. മുത്തശ്ശനേക്കാളും ഇപ്പം നാഗേന്ദ്രൻ്റെ പേര് കേൾക്കുമ്പോൾ ദേഷ്യം വരുന്നത് ഇളയച്ചനാണെന്ന് ഈ ആദർശ് പറയാം. ഞാൻ അച്ഛനോട് നാഗേന്ദ്രനെ പറ്റി സംസാരിച്ചിരുന്നു. അച്ഛൻ അയാളോട് വെറുപ്പുണ്ടെങ്കിലും എന്നോട് അങ്ങനെ വലിയ ചൂടായൊന്നുമില്ല എന്ന് പറയാം. നമ്മൾ അറിഞ്ഞ കാര്യങ്ങളെ അയാളുടെ പുറത്താക്കലിനെ പറ്റി അച്ഛനും അറിയാവുള്ളൂ എന്ന് ആദർശ് പറഞ്ഞു. പക്ഷേ അതിൻ്റെ പിന്നാലെ നമ്മൾ നടക്കുന്നതിന് ഇളയച്ചൻ കിടന്ന് വിമർശിക്കുകയാണ് എന്ന് പറഞ്ഞപ്പം, നാഗേന്ദ്രൻ ഈ തറവാട്ടിൽ നിന്ന് പുറത്താക്കിയതിൽ ഇളയച്ചൻ എന്തെങ്കിലും പങ്കുണ്ടെന്നാണ് ആദർശേട്ടൻ പറഞ്ഞു വരുന്നതെന്ന് ഇങ്ങനെ ചോദിക്കുമ്പം, അങ്ങനെ വളഞ്ഞ വഴിയൊന്നുമുള്ള ആളല്ല എൻ്റെ ഇളയച്ചൻ. അച്ഛനെയും മുത്തശ്ശനെയും പോലെ നല്ല രീതിയിലാണ് ചിന്തിക്കുന്നത്. അങ്ങനെയുള്ള ഒരാൾ പക്ഷേ ഈ വിഷയത്തിൽ മാത്രം ഇത്തരം ദേഷ്യം കാണിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എന്ന് ആദർശൻ
ആ സമയം ആദർശേട്ടൻ പറയുന്നത് പോലെ ഒരു കാര്യം എന്തായാലും സത്യമാണ്, ചെറിയ കാര്യങ്ങൾക്കൊന്നും മുത്തശ്ശൻ അയാളെ തറവാട്ടിൽ നിന്ന് പുറത്താക്കത്തില്ല എന്ന്. ഈ സ്വർണത്തിൻ്റെ തിരുമറിക്ക് ശേഷം എന്തോ ഒന്നിവിടെ സംഭവിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം പറയാട്ടോ. പിന്നെ അതിലപ്പച്ചിയും പങ്കാളിയാണെന്നുള്ള കാര്യം ഉറപ്പാണ്. അതേപ്പറ്റി ഒരുപക്ഷെ ഇളയച്ചനും അറിയാമായിരിക്കും. അതായാലോ. പിന്നെ ഇളയച്ചൻ മാത്രമല്ല, ഇളയമ്മയും നാഗേന്ദ്രനെ പറ്റി പറയുമ്പോൾ ചൂടാവുന്നുണ്ടെന്നുള്ള കാര്യവും പറഞ്ഞു. 1-2 തവണ ഞാനതിന് സാക്ഷിയായതാണെന്നും നയന പറഞ്ഞപ്പം, എന്ന് വെച്ചാൽ അപ്പച്ചി, ഇളയച്ചനും ഇളയമ്മ ഈ 3 പേർക്കും നമ്മൾ സംശയിക്കുന്നത് പോലെ ആ വിഷയത്തെപ്പറ്റി അറിയാവുന്നതാണ് എൻ്റെ ഒരു വിശ്വാസമെന്ന് ആദർശ് പറയുന്നു. അങ്ങനെ അജയനും ജാനകിയും ജലജയും ചേർന്ന് അനന്തപുരിയോട് കാണിച്ച ആ ഒരു വലിയ ചതി നമ്മുടെ ആദർശ് കണ്ടെത്തിക്കൊണ്ട് വരികയാണ്, നയനിയും ചേർന്ന്. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ ഓണത്തിരക്കൊക്കെ ആയതുകൊണ്ട് ഞാൻ എന്തായാലും അതിൻ്റെ പിന്നാലെ ഒന്നും നടക്കാൻ പോകുന്നില്ല. പക്ഷേ അതിൻ്റെ മനസ്സിൽ തന്നെ ഉണ്ട് എന്ന് ആദർശ് നയനയോട് പറയുക. സമയം കിട്ടുമ്പോഴൊക്കെ ഞാനത് അറിയാൻ ശ്രമിക്കുകയും ചെയ്യുമെന്നും പറഞ്ഞു. അതെന്തിനു വേണ്ടിയാണെന്ന് നിനക്ക് മനസ്സിലായോ? സ്വർണത്തിൻ്റെ തിരുമറി നമ്മുടെ ജ്വല്ലറിയിൽ നടക്കുന്നതിന് മുൻപ് വരെ നമ്മുടെ ജ്വല്ലറിക്ക് വേണ്ടി ചോര നീരാക്കി പണിയെടുത്ത ആളാണ് ഈ പറയുന്ന നാഗേന്ദ്രൻ. പാരമ്പര്യമായിട്ട് മുത്തശ്ശനൊക്കെ സ്വർണ്ണ ബിസിനസ് ചെയ്യുന്നുണ്ടായിരുന്നെങ്കിലും മൂർത്തി ജ്വല്ലറിക്ക് ഒരു ഉയർച്ച ഉണ്ടായത് ഈ പറയുന്ന നാഗേന്ദ്രൻ വന്നതോടെയാണ്. അത്രയും നാൾ അയാൾ സ്വാർത്ഥതയൊന്നും കാണിച്ചിട്ടില്ല, തനിക്ക് വേണ്ടിയൊന്നും വഴിവിട്ട രീതിയിൽ നേടിയിട്ടുമില്ല. അങ്ങനെ ഒരാൾക്ക് ഒരു സുപ്രഭാതത്തിൽ തറവാട്ടിൽ നിന്ന് പോകേണ്ടതായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അയാൾ ആ സ്വർണത്തിൻ്റെ കാര്യത്തിൽ ചതിക്കപ്പെട്ടതിനേക്കാൾ വലിയൊരു ചതി അയാൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് വർഷങ്ങൾക്ക് മുൻപ് ഒരു പ്രതികാര ബുദ്ധിയോടെ അയാൾ ഈ നാട്ടിലേക്ക് വന്നത് തന്നെയെന്ന് ആദർശ് പറയുന്നു. എന്നിട്ട് ആദർശ് അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോയി നയന ഇങ്ങനെ അതിനെപ്പറ്റി ആലോചിച്ച് അവിടെ നിൽക്കുക. പിന്നെ കാണിക്കുന്ന അനിയാട്ടോ. അനി ഇങ്ങനെ അവിടെ ഇരിക്കുമ്പോൾ ജാനകി കാലി തുള്ളി ഉറഞ്ഞ് അനിയുടെ അടുത്തേക്ക് വരുവാണ്. അനി ഇങ്ങനെ കണ്ണടച്ച് എന്തൊക്കെയോ ആലോചിച്ചുകൊണ്ട് അങ്ങനെ ഇരിക്കുക. എന്താടായിരുന്നു ആലോചിക്കുന്നേ എന്ന് ജാനകി വന്ന് അനിയോട് ചോദിച്ചു. അനി അന്നേരം മൈൻഡ് ചെയ്യാതിരിക്കാം. നീ ആരെ പറ്റിയാണ് ആലോചിക്കുന്നത്? ഞാൻ ആരെ പറ്റിയൊന്നും ആലോചിച്ചില്ല എന്ന് അനി പറഞ്ഞപ്പം, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. അനാമികയായിട്ടുള്ള നിന്റെ ബന്ധം പിരിയാത്തത് കൊണ്ടാണ് അവന്തിക മോളുമായിട്ടുള്ള നിന്റെ നിശ്ചയം നടക്കാതെ പോയത്. അടുത്ത കോടതി കൂടുമ്പം നിനക്ക് ഡിവോഴ്സ് കിട്ടുകയാണെങ്കിൽ ഉറപ്പായിട്ടും മുടങ്ങിപ്പോയ നിന്റെ നിശ്ചയം ഞാൻ നടത്തിയിരിക്കും. അന്നേരം നടത്തിക്കോ, പക്ഷെ അവളുടെ കയ്യിൽ മോതിരിടാനേ ഞാനുണ്ടാവില്ല എന്ന് അനി അന്നേരം ജാനകിയോട് പറഞ്ഞു. നിനക്ക് മാത്രമായിട്ട് അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ പറ്റില്ല. നന്ദുവിൻ്റെ അച്ഛനും അമ്മയ്ക്ക് ഇഷ്ടമല്ലല്ലോ അവളെ ഇങ്ങോട്ടേക്ക് വിടുന്നത്. അവരും നിന്നെ അവളിൽ നിന്ന് അകറ്റി നിർത്തല്ലേ ചെയ്യുന്നത്. അങ്ങനെയുള്ളപ്പോൾ നിനക്ക് നാണം ഇല്ലടാ അവരുടെ പിന്നാലെ ഇങ്ങനെ നടക്കാനെന്ന് ജാനകി ചോദിച്ചു. അപ്പം ഇല്ല, നാണം എനിക്കില്ല. എന്തേ? നീ ഈ വീട്ടിലെ പയ്യൻ തന്നെയാണോടാ? നിന്റെ മുത്തശ്ശൻ്റെ കൊച്ചുമോൻ തന്നെയാണോടാ നീ? അതമ്മ പോയി മുത്തശ്ശനോട് ആദ്യം ചോദിക്കുക, എന്നോട് ചോദിക്കാതെ. എടാ, നിങ്ങളെല്ലാവരും കൂടെ കഴിഞ്ഞ ദിവസം ടൂറ് പോയില്ലേ? ഞാൻ നവീനല്ലേടാ അത് അറേഞ്ച് ചെയ്തേ. അവൻ നന്ദുവിനെ കല്യാണം കഴിക്കാൻ പോവുകയാടാന്ന് ജാനകി ചോദിക്കുമ്പം അത് അവൾക്ക് ഇഷ്ടമൊന്നും അല്ല എന്ന് പറഞ്ഞു. ആര് പറഞ്ഞു ഇഷ്ടമല്ല എന്ന്? എന്തുകൊണ്ട് നിന്നെക്കാളും യോഗ്യനാ നവീൻ എന്ന് പറഞ്ഞു. മിടുക്കനാ അവൻ അവരെ കഴിവുകൊണ്ടേ നമ്പർ 1 വക്കീലായത്. ആയിക്കോട്ടെ, എന്നെക്കാളും കഴിവുള്ളവനാണ് നവീൻ. അല്ലെന്നൊന്നും ഞാൻ പറഞ്ഞില്ലല്ലോ. പറഞ്ഞോ? ഇനി നവീൻ നന്ദുവിനെ കെട്ടുകയാണെങ്കിൽ കെട്ടിക്കോട്ടെ, എന്നാലും എനിക്ക് കുഴപ്പമില്ല. അപ്പം അത് ശരി. പിന്നെ നീ നന്ദുവിനെ കെട്ടത്തുള്ളൂ പറഞ്ഞ് നടക്കുന്നതോ? നന്ദുവിനെ എനിക്ക് കല്യാണം കഴിക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ മറ്റൊരു പെണ്ണിനെ എനിക്ക് വേണ്ട, അത്രയും ഞാൻ പറഞ്ഞുള്ളൂ എന്ന് അനി ഇങ്ങനെ ജാനകിയോട് പറയുമ്പോൾ ജാനകിക്ക് ഭയങ്കര ദേഷ്യം. അതായത് നവീനും നന്ദുവായിട്ടുള്ള കല്യാണം നടക്കുകയാണെങ്കിൽ പിന്നെ എനിക്ക് വേണ്ടി പെണ്ണന്വേഷിച്ച് ഈ വീട്ടിലുള്ള ആരും നടക്കണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പം പിന്നെ എനിക്കൊരു മരുമോള് വേണ്ടേടാ. അമ്മ ഇന്നത്തെ കാലത്ത് അങ്ങനെയൊക്കെ തന്നെയാണ് പല അമ്മമാരും കഴിയുന്നത്. ആൺകുട്ടികൾക്ക് പെണ്ണ് കിട്ടാനൊക്കെ ഭയങ്കര പ്രയാസമുള്ള കാലമാണ്. അതിന് നിനക്ക് ഇവിടെ പെണ്ണ് അന്വേഷിച്ച് നടക്കേണ്ട കാര്യമുണ്ടോ? നിന്റെ മുന്നിൽ തന്നെ ഇല്ലേ നിനക്കുള്ള പെണ്ണ്? എനിക്ക് അവളെ ആ രീതിയിലൊന്നും കാണാൻ പറ്റത്തില്ലെന്ന് ഞാൻ അമ്മയോട് പറഞ്ഞില്ലേ. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരു പെൺകുട്ടിയെ സ്നേഹിച്ചിട്ടുള്ളൂ, അത് നന്ദുവാണെന്ന് എനിക്ക് ജാനകിയോടുള്ള കാര്യമായിട്ട് അങ്ങ് പറഞ്ഞു. അനാമികയെ കല്യാണം കഴിക്കുമ്പോൾ പോലും എൻ്റെ മനസ്സിൽ നന്ദു ആയിരുന്നെന്നും ആ സമയത്ത് 2 ചേച്ചിമാർക്ക് പിന്നാലെ അവൾ കൂടി ഇങ്ങോട്ട് വരണ്ടാന്നും പറഞ്ഞ് എല്ലാവരും കൂടെ ഭയങ്കര ബഹളമായിരുന്നില്ലേ എന്ന് അനി ചോദിച്ചു. അതുകൊണ്ടാണ് എനിക്ക് അവളെ നഷ്ടപ്പെട്ടു പോയതെന്നൊക്കെ അനി ഇങ്ങനെ ജാനകിയോട് പറയുകയും ചെയ്തു. ഇനി എന്തായാലും ഒരു ഭാഗ്യ പരീക്ഷണത്തിന് ഞാനില്ല എന്ന് കട്ടായം പറയാണ് അനി. അതും പറഞ്ഞിട്ട് അനി അവിടെ നിന്ന് അങ്ങ് പോയി. ജാനകി കരി തുറഞ്ഞ തുള്ളി ഇങ്ങനെ അവിടെ നിൽക്കുക. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്ന അജയനാട്ടോ. അജയൻ അവിടെ നിന്ന് ആരെയോ ഫോണിൽ വിളിച്ച് സംസാരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം ഇവിടെ അനി അങ്ങോട്ടേക്ക് വരുന്നു. അനി അങ്ങോട്ടേക്ക് വന്നപ്പോൾ അച്ഛൻ ഇങ്ങനെ അവിടെ നിൽക്കുമല്ലേ. അച്ഛൻ അമ്മയെ പറഞ്ഞ് തിരുത്തണമെന്ന് പറഞ്ഞു. അപ്പോൾ അജയൻ ഇങ്ങനെ നോക്കും അന്തം വിട്ട്. എൻ്റെ ഡിവോഴ്സ് നടന്നാലും ശരി അവന്തിക്ക് കെട്ടാൻ ഞാൻ തയ്യാറല്ല. അപ്പോൾ എല്ലാവരും വിളിച്ചുകൊണ്ട് നീ ആഗ്രഹിക്കുന്ന പെൺകുട്ടി ഇങ്ങോട്ട് വിളിച്ചുകൊണ്ട് വരാൻ പറ്റുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ എന്ന് അജയൻ അന്നേരം അനിയോട് ചോദിച്ചു. അതുമാത്രമാണോടാ? എടാ, നവീൻ നിന്നെയും ഈ കുടുംബത്തിലുള്ളവരെയും രക്ഷിച്ച പയ്യനാ, അത് നീ മറന്നു പോവരുത്. അതിലുപരി നമ്മുടെ കുടുംബ സുഹൃത്തുമാണ്.
അവൻ ആലോചിച്ച പെൺകുട്ടിയെ നിനക്ക് വേണമെന്ന് പറയുന്നത് തെറ്റല്ലേടാ മോനെ എന്ന് ചോദിച്ചു. ഓ അച്ഛൻ നവീന് വാക്ക് കൊടുത്തത് നന്ദുവിൻ്റെ അച്ഛനും അമ്മയും, അല്ലാതെ അവൾ വാക്കൊന്നും കൊടുത്തിട്ടില്ല എന്ന് അനി. പിന്നെ നിങ്ങളെല്ലാവരും കൂടെ പൊന്മുടിക്ക് ടൂറ് പോയതോ, അതെന്തിൻ്റെ ആഘോഷമായിരുന്നു എന്ന് അജയൻ ചോദിച്ചു. ഞാൻ നവീനുമായിട്ട് സംസാരിച്ചാണല്ലോ, ആളാകെ ഹാപ്പിയാണല്ലോ എന്നൊക്കെ പറഞ്ഞു. നിന്നെപ്പോലെ തന്നെ നവീനും നന്ദുവിനെ മനസ്സിൽ കൊണ്ടു നടക്കുന്ന ഒരാളാണെന്നൊക്കെ പറയണു. അച്ഛാ, ഞാനും നന്ദുവും തമ്മിൽ ഒന്നിക്കാൻ ഓരോ സാഹചര്യം ഒത്തു വന്നാൽ അച്ഛൻ എൻ്റെ കൂടെ നിൽക്കുകയോ ഇല്ലയോ, എനിക്കത് മാത്രം അറിഞ്ഞാൽ മതിയെന്ന് അനി അന്നേരത്തേക്ക് അജയനോട് പറയാം. അത് കേട്ടപ്പോൾ അജയനൊന്നും മിണ്ടിയില്ലേ. അച്ഛനെന്താ ഒന്നും പറയാത്തേ? തൽക്കാലം പ്രയാസമാണ് എന്ന് അജയൻ അന്നേരം അനിയോട് പറഞ്ഞു. നിന്റെ അമ്മ മാത്രമല്ല, നന്ദുവിൻ്റെ അച്ഛനും അമ്മയെ നിങ്ങളുടെ ബന്ധത്തിനെതിരാ, പിന്നെന്ത് ചെയ്യുമെന്ന് ചോദിച്ചു. അതുപോലെ അതിലുപരി നയനയ്ക്കും നവ്യയ്ക്കും പിന്നാലെ ആ കുടുംബത്തിൽ നിന്ന് തന്നെ മറ്റൊരു പെൺകുട്ടിയെ കൂടി ഇങ്ങോട്ട് വിളിച്ചുകൊണ്ട് വരണോ മോനെ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചപ്പം, ഓ അച്ഛനും ഇപ്പം അങ്ങനെയൊക്കെയാണല്ലേ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് അനി ചോദിച്ചു. അച്ഛനൊന്നും വേണ്ടാതെ ഇങ്ങനെ നിൽക്കാം. അല്ല, ഇന്നു മുതൽ അച്ഛൻ ഈ രീതിയിലേക്കൊക്കെയുള്ള മാറ്റം ഉണ്ടായെന്ന് ചോദിക്കുമ്പോൾ എനിക്ക് മാറ്റമൊന്നുമില്ല എന്നും നീ അവന്തികയെ കല്യാണം കഴിക്കണമെന്നാണ് മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ പറയുന്നതെന്നും അജയൻ പറഞ്ഞു. എടാ, അവരെയൊക്കെ ധിക്കരിച്ചിട്ട് എനിക്ക് മാത്രമായിട്ടൊരു തീരുമാനം എടുക്കാനൊന്നും പറ്റത്തില്ല എന്നും അജയൻ മോനോട് പറയുന്നു. ഇപ്പം ഞാൻ മുത്തശ്ശനും മുത്തശ്ശിയൊന്നും അവന്തിയെ കല്യാണം കഴിക്കണമെന്ന് പറയുന്നില്ലല്ലോ, എന്നെ നിർബന്ധിക്കുന്നതും ഇല്ലല്ലോ. എടാ, എങ്കിലും അവൾക്ക് പ്രതീക്ഷ കൊടുത്തതല്ലേടാ. ഓ, അപ്പം എൻ്റെ ഇഷ്ടങ്ങൾക്കും ആഗ്രഹങ്ങൾക്കും ഈ വീട്ടിൽ ഒരു വിലയും ഇല്ല അല്ലേ എന്ന് അനി ഇങ്ങനെ അച്ഛനോട് ചോദിക്കാം. മറ്റുള്ളവർക്ക് വേണ്ടി ഞാൻ വിലയേടായിക്കൊണ്ടിരിക്കണോ അല്ലേ? ഒരിക്കൽ അങ്ങനെ എല്ലാവരുടെ ഇഷ്ടത്തിന് വേണ്ടി നിന്നതാണ് ഞാൻ. അതാ എനിക്ക് പറ്റിയ തെറ്റ്. ആ കേസേ ഇന്ന് വരെ തീർന്നിട്ടില്ല എന്നും എനിക്ക് പറ്റില്ല അച്ഛാ, എനിക്ക് പറ്റില്ല. എൻ്റെ ജീവിതത്തിൽ ഒരു പെൺകുട്ടി ഉണ്ടെങ്കിൽ അത് നന്ദു ആയിരിക്കും എന്ന് തറപ്പിച്ച് അച്ഛനോടും പറയുന്നു അനി. അങ്ങനെ അതും പറഞ്ഞ് നമ്മുടെ അനി അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞപ്പോൾ അജയൻ വീണ്ടും ധർമ്മസങ്കടത്തിൽ ഇങ്ങനെ അവിടെ നിൽക്കുന്നു, പലതും ആലോചിച്ചുകൊണ്ട്. ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് അനിയും നന്ദുവും കൂടെ കണ്ട് സംസാരിക്കുമ്പോൾ നന്ദു അനിയോട് ചോദിക്കേടാ, നിനക്ക് ഇത്രയും ധൈര്യമൊക്കെ എവിടെ നിന്നാണ് കിട്ടിയതെടാ? എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ മുന്നിൽ സംസാരിക്കുമ്പോൾ ഞാൻ വിറച്ചു പോവാണല്ലോടാ. എന്നെ കൊണ്ട് ഒന്നിനും കഴിയില്ല എന്ന് നന്ദു, പ്രത്യേകിച്ച് നവീനേട്ടൻ ആലോചനയായിട്ട് വന്നതിന് ശേഷം. പക്ഷെ എൻ്റെ നിലപാട് അത് ഞാൻ മാറ്റത്തില്ല എന്നും അതിൽ തന്നെ ഉറച്ചു നിൽക്കും. നവീൻ നമുക്കിടയിലേക്ക് വന്നാൽ ഇപ്പോൾ വലിയ കുഴപ്പമായിരിക്കുന്നതെന്നും അനി നന്ദുവിനോട് പറയാട്ടോ. ഒരുപക്ഷെ അവൻ വന്നില്ലായിരുന്നെങ്കിലേ എൻ്റെ മുത്തശ്ശനും മുത്തശ്ശിയും കൂടെ നിൻ്റെ വീട്ടിലേക്ക് വന്നേനെ നമ്മുടെ ബന്ധം ആലോചിക്കാനായിട്ടെന്ന് പറഞ്ഞു. അതിനിടയ്ക്കാണ് അവൻ വന്ന് വലിഞ്ഞു കയറിയതെന്നൊക്കെ അനി ഇങ്ങനെ പറയുന്നു. പിന്നെ എടാ, അങ്ങനെയൊന്നും പറയരുത്. നവീനേട്ടനെ നമുക്ക് ഒരിക്കലും മാറ്റി നിർത്താൻ കഴിയില്ല. അത്രയ്ക്ക് ഉപകാരങ്ങളാണ് നവീനേട്ടൻ നമുക്ക് വേണ്ടി ചെയ്തിട്ടുള്ളത്. പ്രത്യേകിച്ച് എനിക്ക് വേണ്ടി എന്തെല്ലാം ഉപകാരങ്ങൾ ചെയ്തു തന്നിട്ടുണ്ടെന്ന് അറിയാമെന്ന് ചോദിച്ചു. അതൊക്കെ അവൻ്റെ മനസ്സിൽ നിന്നോട് സ്നേഹമുള്ളത് കൊണ്ടായിരുന്നു നന്ദു. ഓ, പലതും ഞാൻ അങ്ങോട്ട് ആവശ്യപ്പെട്ട കാര്യങ്ങളാണ്. ആ സമയത്ത് സ്വന്തം ജോലി പോലും മാറ്റിവെച്ചിട്ടാ എനിക്ക് വേണ്ടി അദ്ദേഹം അതെല്ലാം ചെയ്തു തന്നതെന്നൊക്കെ നന്ദു പറഞ്ഞു. അപ്പോൾ ആ കടപ്പാട് കൊണ്ടാണല്ലോ നിനക്കിപ്പം നിൻ്റെ മനസ്സിലുള്ളത് അവനോട് തുറന്നു പറയാൻ പറ്റാതെ പോണത്. നമുക്ക് ആരെയും അങ്ങനെ വേദനിപ്പിക്കാനൊന്നും പറ്റത്തില്ലല്ലോടാ. എന്നാൽ നീ ഒരു കാര്യം കേട്ടോ, മറ്റന്നാൾ കോടതിയിൽ അവൻ എന്നോട് 100% ആത്മാർത്ഥത കാണിക്കില്ല. അവൻ ഒറ്റൊരുത്തൻ കാരണമാണ് എനിക്കിപ്പോൾ ഡിവോഴ്സ് കിട്ടാത്തതെന്ന് പറഞ്ഞപ്പം, എടാ നീ അങ്ങനെയൊന്നും പറയരുത് കേട്ടോ. നവീനേട്ടൻ ഒരിക്കലും സ്വാർത്ഥത അക്കാര്യത്തിൽ കാണിക്കില്ല. സ്വാർത്ഥനല്ലെങ്കിൽ മറ്റന്നാൾ അവനത് കോടതിയിൽ തെളിയിക്കണമെന്നായി. പിന്നെ അനി അനാമികയ്ക്ക് ബന്ധം പിരിയാൻ ബുദ്ധിമുട്ടുള്ള ഇതാണ്. അപ്പോൾ അതവൾ പണത്തിന് വേണ്ടി പ്രഷർ നടത്തിക്കൊണ്ടിരിക്കുന്നതാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ കോടതിയിൽ ഒരു ഏറ്റുമുട്ടൽ പോലും വേണ്ടി വരുന്നത്. അത് നിനക്കറിയാവല്ലോ. അവിടെ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം നവീനെ മാറ്റി പരീക്ഷിക്കണമെന്ന് പോലും തോന്നുന്നുണ്ടെന്നൊക്കെ അനി പറയുകയും ചെയ്തു. ദേ, നീ എന്തൊക്കെയാ നീ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അത് നവീനേട്ടനോട് ചെയ്യുന്ന വലിയൊരു ചതിയല്ലേ? നിന്റെ കേസിനൊരു പൈസ പോലും നവീനേട്ടൻ മേടിച്ചിട്ടില്ല. അപ്പം അതെന്തിനാവും വാങ്ങിക്കാതിരിക്കുന്നതെന്ന് അനി. അവന് വേണമെങ്കിൽ ഞാൻ ലക്ഷങ്ങൾ കൊടുക്കാം. എനിക്ക് വേണ്ടത് അനാമികയിൽ നിന്നൊരു മോചനമാണ്. അതാരും മനസ്സിലാക്കാത്തത് എന്താ? ഇപ്പം ഞാൻ ആലോചിക്കുന്നത് വേണു അനാമികയും ചോദിക്കുന്ന പൈസ കൊടുത്തിട്ടാണെങ്കിലും ഡിവോഴ്സ് വാങ്ങിച്ചെടുത്താലോ എന്നൊക്കെയാണെന്ന് പറഞ്ഞപ്പം, എടാ നീ ഒരിക്കലും അങ്ങനെയൊന്നും ചെയ്യല്ലേ. നിന്റെ മുത്തശ്ശൻ പോലും അതിനെതിരാ, നീ അത് മനസ്സിലാക്കാൻ പറഞ്ഞു. അപ്പം നവീൻ നിന്റെ വീട്ടിലേക്ക് പ്രപ്പോസലായിട്ട് വന്നതുകൊണ്ട് എനിക്ക് ആകെപ്പാടെ ഒരു ഭയം ഉണ്ടടി ഉള്ളിൽ. ഇനിയിപ്പോൾ അനാമികയും ഞാനുമായിട്ട് പിരിഞ്ഞാലും നമുക്കിടയിൽ നവീനായ ഒരു തലവേദനയായിട്ട് നിൽക്കുമെന്ന് ഇപ്പം എൻ്റെ പേടിയെന്നൊക്കെ അനി ഇങ്ങനെ പറഞ്ഞു. എടി, ഇനിയിപ്പോൾ ഇതിനൊരു പോംവഴി എന്താണെന്നാണ് ഞാൻ ആലോചിക്കുന്നത് ചോദിച്ചു. അപ്പം നീ എന്തായാലും നിൻ്റെ വീട്ടിൽ പറഞ്ഞല്ലോ, ഞാനല്ലാതെ മറ്റൊരു പെൺകുട്ടിയും നിൻ്റെ ജീവിതത്തിൽ ഉണ്ടാവത്തില്ല എന്ന്. അത് ഞാൻ നേരത്തെ ഉറപ്പിച്ചൊരു തീരുമാനമാണെന്നും എൻ്റെ വീട്ടുകാരുടെ മുന്നിൽ എനിക്കത് പറയാനുള്ള ധൈര്യം ഇല്ലെങ്കിലും എൻ്റെ മനസ്സ് എന്നോടത് പറഞ്ഞു കഴിഞ്ഞു എന്ന് അനിയോട് നന്ദു പറഞ്ഞു. അതുകൊണ്ട് നിന്നെ ഞാൻ മാറ്റി പരീക്ഷിക്കുമെന്ന് നീ ഒരിക്കലും കരുതണ്ട കേട്ടോ എന്നും നന്ദു പറയുക. അപ്പോൾ ആ ഒരു ഉറപ്പ് മാത്രമേ എനിക്കുള്ളതെന്ന് അനി പറഞ്ഞപ്പോൾ, ദേ അനി, നമ്മൾ അന്ന് പൊന്മുടി പോയപ്പോൾ പോലും അതിൻ്റെ അവസാനം നമ്മളെ രക്ഷിച്ചത് നവീനേട്ടനല്ലേടാന്ന് ചോദിച്ചു. അല്ല, നമ്മൾ ഒന്നിച്ചായിരുന്നു എന്ന് അറിഞ്ഞിട്ടും അവന് സംശയമൊന്നുമില്ലല്ലോ അല്ലേ?
അപ്പം അതെങ്ങനെ സംശയിക്കാനാ? അന്ന് നമുക്കൊപ്പം വിഘ്നേഷും രാകേഷും ഉണ്ടെന്നല്ലേ നമ്മൾ പറഞ്ഞിരുന്നതെന്ന് നന്ദു ചോദിച്ചു. അത് ശരിയാ, ഇനിയിപ്പോൾ സീരിയസ് ആയിട്ട് അവനോടൊന്ന് സംസാരിച്ചേ പറ്റുള്ളൂ. ഏതായാലും കേസൊക്കെ ഒന്ന് കഴിയട്ടെ. നീ എത്രയും പെട്ടെന്ന് നവീനേട്ടനെ ഒന്ന് പോയി കാണുക കേട്ടോ. അവൻ്റെ അടുത്തേക്ക് തന്നെ ഞാൻ പോകാൻ പോകുന്നത്. അവൻ്റെ മനസ്സിലുള്ളത് എന്താണെന്നൊന്ന് അറിയണം. എന്നിട്ട് വേണം അവനെ കേസിൽ നിലനിർത്തണോ വേണോ എന്നൊക്കെ ഒന്ന് തീരുമാനിക്കാൻ. അപ്പോൾ ആ ഒരു കാര്യത്തിൽ നിന്നോട് ഞാൻ ബെറ്റ് വയ്ക്കാൻ തയ്യാറാണ്. ഒരിക്കലും നവീനേട്ടൻ നിന്നെ കോടതിയിൽ ചതിക്കില്ല എന്ന് പറഞ്ഞു നന്ദു. അപ്പോൾ നിന്നോട് ഈ കാര്യത്തിൽ ബെറ്റ് കെട്ടാനൊന്നും ഞാനില്ല. പക്ഷെ നീ നോക്കിക്കോ, നവീൻ മറ്റന്നാൾ കോടതിയിൽ വക്കീലിൻ്റെ തലച്ചോറ് ശരിക്കും പുറത്തെടുക്കില്ല. മുമ്പ് കോടതിയിൽ കണ്ട ആത്മാർത്ഥതയുടെ ഒരു അംശം പോലും അവൻ കുടുംബ കോടതിയിൽ കാണിക്കില്ല എന്ന് അനി തറപ്പിച്ചു പറയുന്നു. നന്ദു ആണെങ്കിൽ ഇത് കേട്ട് അന്തം പെട്ടിങ്ങനെ നിൽക്കും. എന്തായാലും പറയാനുള്ളത് പറഞ്ഞിട്ട് അനി അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോയി. പിന്നെ നന്ദു അവിടെ ആകെ എന്താ പറയുന്നത്, ടെൻഷനായിട്ടും ഭയങ്കര ഇതായിട്ടും ഇങ്ങനെ നിൽക്കുക. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് ഈ അനി നമ്മുടെ നവീനെ കാണാനായിട്ട് അങ്ങോട്ടേക്ക് ചെന്നു. അപ്പം നവീൻ ഭയങ്കര ഹാപ്പി ആയിട്ട് വന്ന് നിൽക്കുക. അപ്പം അനി, എടാ മറ്റന്നാൾ കുടുംബ കോടതിയിൽ നീ എനിക്ക് വേണ്ടിയിട്ട് മാത്രം നിൽക്കണമെന്നും 100% ആത്മാർത്ഥത കാണിക്കണമെന്നും അനി പറഞ്ഞപ്പോൾ, നീ എന്താണ് ഇങ്ങനെയൊക്കെ പറയുന്നത്? ഞാൻ കേസ് തോക്കാൻ വേണ്ടിയിട്ടാണോ വാദിക്കുന്നതെന്ന് ചോദിച്ചു. അല്ല, നീ കുറച്ചുകൂടി താല്പര്യം കാണിച്ചിരുന്നെങ്കിൽ എനിക്ക് എപ്പോഴേ ഡിവോഴ്സ് കിട്ടിയേനെ എന്ന് പറയാം. അന്നേരം അനിയും സുഹൃത്തിനെ വഞ്ചിക്കുന്ന പരിപാടി എന്തായാലും എനിക്കില്ല എന്ന് നവീൻ അന്നേരം അനിയോട് പറഞ്ഞു. സുഹൃത്തുക്കളുടെ മനസ്സറിഞ്ഞ് മാത്രം ജീവിക്കുന്ന ഒരുത്തനാണ് ഞാനെന്നും നവീൻ പറഞ്ഞു. നിനക്കറിയാമല്ലോ, എനിക്ക് അങ്ങനെ അധികം ഫ്രണ്ട്സൊന്നും ഇല്ലയെന്ന്, ഉള്ളവരെ ഞാൻ ഒരിക്കലും നിരാശപ്പെടുത്തിയിട്ടും ഇല്ല എന്ന് നവീൻ അനിയോട് പറയുന്നു. എൻ്റെ സുഹൃത്തുക്കൾ എന്നോടും അങ്ങനെ തന്നെ ആകണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ ഒരിക്കലും നിന്നെ ചീറ്റ് ചെയ്തിട്ടില്ല നവീനെന്ന് പറഞ്ഞപ്പം എന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം. പിന്നെ നിനക്കും അറിയാമല്ലോ, നമ്മുടെ കോമൺ സുഹൃത്തിനെയാണ് ഞാൻ വിവാഹം കഴിക്കാൻ പോകുന്നത്. ഡിവോഴ്സ് നടത്തി തന്നാ നീ എനിക്ക് വലിയ തുക തരാമെന്നൊക്കെ പറയുന്നുണ്ടല്ലോ. അനന്തപുരിക്കാർക്ക് വേണ്ടി വാദിക്കുന്ന കേസിനൊന്നും എനിക്കൊരാണ പോലും നീ തരണ്ട. പിന്നെ പക്ഷേ നന്ദുവും ഞാനും ഉള്ള കാര്യം വരുമ്പോൾ നീയും നിന്റെ കുടുംബക്കാരും എന്നോട് നന്ദി കാണിക്കണം. പ്രത്യേകിച്ച് നീയാണ് അതിൽ കൂടുതൽ താല്പര്യം കാണിക്കേണ്ടതെന്ന് പറഞ്ഞ് അനിയെ നമ്മുടെ നവീൻ ധർമ്മസങ്കടത്തിലാക്കുക. നിന്നെ ഞാനിങ്ങനെ കുറേ വിയർപ്പിക്കുവേടോ എന്ന് നവീൻ മനസ്സിൽ ഇങ്ങനെ പറയണു. ആ സമയത്ത് ഇപ്പം അതല്ലല്ലോ നമ്മുടെ വിഷയം എന്ന് പറഞ്ഞാൽ അനി വിഷയം മാറ്റുമ്പം അതും നമ്മുടെ ഒരു വിഷയമാണ്, പ്രത്യേകിച്ച് എനിക്ക്. അപ്പോൾ എനിക്ക് മറ്റന്നാൾ ഡിവോഴ്സ് കിട്ടുമോ എന്ന് ചോദിച്ചപ്പം എനിക്ക് ഉറപ്പൊന്നും ഇല്ല എന്ന് നവീൻ ഇങ്ങനെ അനിയോട് പറയുന്നു. അനി ഇങ്ങനെ അതൊക്കെ കേട്ട് ഇങ്ങനെ ആകെ ധർമ്മസങ്കടത്തിൽ നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ കാണിച്ചുകൊണ്ട് ഇന്നത്തെ കഥ അവസാനിച്ചു. എന്തായാലും ആദർശിൻ്റെ 2 ചോദ്യം കൊണ്ട് അജയൻ ഇപ്പോൾ ശരിക്കും ഉറക്കം നഷ്ടപ്പെട്ടിട്ടുണ്ട്. അജയൻ ഇങ്ങനെ കിടന്ന് വെപ്രാളം കയറി അനന്തപുരിയൊക്കെ ഓടിക്കൊണ്ടിരിക്കുക. ഇതിനിടയിൽ എന്ത് ചതിയാണ് ഇവരെല്ലാവരും ഒപ്പിച്ചതെന്നുള്ളത് കാത്തിരുന്ന് കാണാം. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒരുപാട് നന്ദി അറിയിക്കുന്നു. വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി. അതോടൊപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. തൊട്ടടുത്ത് കാണുന്ന ബെൽബട്ടൺ അമർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസ് എളുപ്പത്തിൽ കാണാൻ കഴിയുന്നതായിരിക്കും. നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങളുടെ ഫോണുകളിലേക്ക് എത്തുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും കാണുമല്ലോ. എല്ലാവർക്കും ടാറ്റാ.